ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് നല്ല ക്രീം പരുവത്തിൽ മസാല റെഡിയാക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സമൂസയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ റമദാനൊക്കെ ആയിക്കഴിഞ്ഞാൽ മിക്ക വീടുകളിലും കൂടുതലുണ്ടാക്കുന്ന റെസിപ്പി സമൂസ തന്നെ ആയിരിക്കും. പക്ഷേ അതിൽ നിന്ന് വേറിട്ടിട്ടുള്ളൊരു മസാല, അടിപൊളിയായിട്ടുള്ളൊരു മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജീസൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കട്ടാക്കി വെച്ചിട്ടുള്ളതാ ഉള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി, വലിയൊരു ക്യാരറ്റ്, പിന്നെ ചെറിയൊരു പീസ് കാബേജ് ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റിനേക്കാളും ഉള്ളിയേക്കാളും കൂടുതലായിട്ട് കാബേജ് ഉണ്ടായിക്കോട്ടെ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ചോപ്പർ ഇല്ലെങ്കിൽ ഇതുപോലെ തിന്നാക്കിയിട്ട് നല്ലതുപോലെ തന്നെ സൈസ് കുറച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഉള്ളി ഐറ്റംസും ഒന്നും അധികം വഴണ്ടി പോവേണ്ട കേട്ടോ, ജസ്റ്റ് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രൂപത്തിൽ ആയിട്ട് മാറിയാൽ മതി. ഓവർ വഴണ്ടി വെന്ത് കുഴയാനൊന്നും നിൽക്കണ്ട. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓവർ കുഴഞ്ഞു പോകാൻ നിൽക്കണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാല റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുരുമുളക് പൊടി എരിവ് നല്ല കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവ് ഉള്ള കുരുമുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയതാണ് കേട്ടോ. അപ്പം ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര പണിയുള്ളൂ, സിമ്പിളായിട്ടുള്ള മസാല തന്നെയാണ്. ഇനിയിപ്പോൾ ഈ മസാലയിലേക്ക് നമുക്കൊരു ക്രീമും കൂടെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വാട്ടിയെടുത്തതൊന്ന് മാറ്റിയിട്ട് ഒരു പാന് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു വാട്ടിയിട്ടുള്ള മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെയിം പാൻ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാധാരണ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ നമുക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബട്ടറില്ലാന്ന് വിചാരിച്ചിട്ട് ഇതൊന്ന് ട്രൈ ആക്കി നോക്കാതിരിക്കേണ്ട. അപ്പോൾ സൺഫ്ലവർ ഓയിലോ നെയ്യോ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മൈദയില്ലേ, ആ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൈദ ആ ഒരു ഓയിലിലിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ ഒരു മൈദയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1/2 കപ്പോളം പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറിക്കഴിഞ്ഞിട്ട് മാത്രമേ അതിലേക്ക് പാലൊഴിച്ചൊക്കെ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെയാണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പാലും കൂടെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ ഈ ഒരു സോസിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് സമയം മിക്സ് ആക്കുമ്പോഴേക്കും കണ്ടല്ലോ ഇതുപോലെ കട്ടയായിട്ട് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ കട്ടയൊക്കെ ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രീം പരുവത്തിൽ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഈ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു മസാലയും ആ ഒരു ക്രീമും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര പണിയുള്ള സിമ്പിളല്ല. ഓവറായിട്ട് ഐറ്റംസ് ഒന്നും വഴറ്റിയെടുക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രൂപത്തിൽ വേണം നമുക്ക് മസാല റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് വരും. അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഓവറായിട്ട് തിക്കായി പോയിന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളമോ 1 ടേബിൾ സ്പൂണോളം ചൂടുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ സമൂസ
ഫോൾഡ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും. ഇനിയിപ്പോൾ ഫോൾഡ് ചെയ്യുന്നത് അറിയാത്തവരാണെങ്കിൽ ഈ ഒരു സമൂസ ഷീറ്റ് എങ്ങനെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കട്ടെ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ സമൂസ ഷീറ്റ് ഫോൾഡ് ചെയ്യുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഷീറ്റ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഗമ്മ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഷീറ്റും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇതിലൊന്ന് കാണിക്കുക എന്ന് മാത്രം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ മടക്കുക. അതിനുശേഷം ഗമ്മാക്കിയിട്ട് ഈ ഒരു രീതിയിലും കൂടെ ഒന്ന് മടക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കോണായിട്ട് കിട്ടും. എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു പോക്കറ്റിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പൂണിൻ്റെ ഈ ഒരു പുറകു ഭാഗം കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അടിഭാഗത്തൊക്കെ നല്ലതുപോലെ തന്നെ മസാല ആയിക്കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം മസാല ഫില്ലാക്കി കൊടുക്കുക. അതിനുശേഷം ഗമ്മ് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള ഷീറ്റ് നമ്മൾ മസാല കഴിയുന്നത് വരെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ സിമ്പിളാണ് കേട്ടോ ഈ ഒരു ഷീറ്റ് ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് തന്നെ ചെയ്തെടുക്കാനൊക്കെ ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കില്ല എല്ലാവരും ഫോൾഡ് ചെയ്യുന്നത്. പലരും പല രീതിയിലാണ് സമൂസ ഷീറ്റ് ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു മസാല കഴിയുന്നത് വരെ ഞാനിപ്പോൾ ഫോൾഡാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സമൂസ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഉള്ളിലുള്ള മസാലയൊക്കെ വെന്ത് വന്നതല്ലേ, ഈ പുറകിലുള്ള ഒരു ഷീറ്റ് മാത്രമേ വേവാനുള്ളത്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗം ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഒന്ന് മറിച്ച് കൊടുക്കുക. രണ്ട് ഭാഗം ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ തന്നെ റെഡി ആക്കി കിട്ടും. പിന്നെ ഇത് കഴിക്കുക ഒരു മസാല വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ കഴിക്കുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ മാത്രം ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ ആ ഒരു ക്രീമി ഒക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് കഴിക്കുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ മാത്രം ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്തായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റാണ്. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.